അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാമച്ചുനനി, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാമച്ചുനനി, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പാട്ടെന്ന് പിടികിട്ടിയോ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറിയാണ്. എങ്ങനെയാ ചെയ്യണേന്ന് നോക്കിയാലോ? അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ എങ്ങനെയാണ് കുടംപുളി ഇട്ട് വെക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് വലിയ ചെമ്മീനാണ്, ഇതിനെ കൊഞ്ചെന്നാണ് പറയുക എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്ന് പറയുകയാണ്. ഇതിൻ്റെ ഈ ഭാഗത്തെ വെയിൻ നമ്മൾ റിമൂവ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഭാഗത്തെ വെയിനും റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വയറിന് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇത് 1/2 കിലോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കിനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നമുക്കിനി ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് നെടുകെ കീറിയത്, 4 ചുവന്നുള്ളി ചതച്ച് തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അരിഞ്ഞ് ചേർത്താൽ നമുക്ക് ടേസ്റ്റ് ഇത്തിരി കുറവുണ്ടാവും. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചത്. പിന്നെ നമ്മളിത് കുടംപുളി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 3 കുടംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടംപുളിയുടെ പുളിയൊക്കെ നന്നായിട്ട് കറിയിലേക്ക് പിടിക്കും പെട്ടെന്ന് തന്നെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കുടംപുളി ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു 3 കുടംപുളി നന്നായിട്ട് കഴുകിയ ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത്, അത് ജസ്റ്റ് ഒന്ന് 2ആയിട്ട് കീറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് തിരുമ്മി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഇത് തൃശ്ശൂർ സ്റ്റൈലിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു 2.5 കപ്പ് തേങ്ങാപ്പാലുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം, തിളച്ചിട്ട് ഒന്ന് വറ്റി വരണം. അപ്പോൾ അതായത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഈ സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇത്രയും നേരം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വേവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം. അതെ, നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചാറ് അത്യാവശ്യത്തിന് നന്നായി കുറുകിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ മൂടി വെച്ചാലും ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തോളൂ. അപ്പോൾ അതേ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കാച്ചി ഒഴിക്കാം. അപ്പോൾ നമുക്ക് കാച്ചൊഴിക്കാനായിട്ട് ഒരു പാൻ വെക്കാം, എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി 4 എണ്ണം നല്ല നൈസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്.
അപ്പോൾ ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കാച്ചി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ആണ് നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഇതിലത്തെ എരിവ്, പുളി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ പറഞ്ഞ അളവ് തന്നെ എടുക്കണം നിർബന്ധമില്ല. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.